റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ക്യാബിനറ്റ് സബ് കമ്മിറ്റി, ഫൈനാൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, അഗ്രികൾച്ചർ മിനിസ്റ്റർ അവരൊരു സമയബന്ധിതമായി ഇനി ഒട്ടും താമസിക്കാതെ ഒരു തീരുമാനമെടുക്കും. അത് ഇനി ഒരു ഡിലേ ഉണ്ടാവില്ല. കാര്യം മാത്രമല്ല, ഞങ്ങളെടുത്തത് വയനാട് മാത്രമല്ല. വയനാടിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. കേന്ദ്ര ടീമിൻ്റെ കിട്ടി, സംസ്ഥാനത്തിൻ്റെ കിട്ടി. അപ്പോൾ ഇത് സമയബന്ധിതമായി തീരുമാനമെടുക്കണം. മറ്റു പാക്കേജ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ തന്നെയാണ് റിപ്പോർട്ട് അനുസരിച്ചല്ലേ വരുള്ളൂ. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അർജുൻ, കെ വി തോമസിന് നേരത്തെ നൽകിയ ഈ അറിയിപ്പുണ്ടല്ലോ, അതൊക്കെയാണ് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഒരു ഉറപ്പ് എന്ന നിലയിലാണോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? കെ വി തോമസിന് എന്ത് ആശയവിനിമയമാണ് ലഭ്യമായത് എന്നാണ് മനസ്സിലാക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന്? പ്രജീഷ്, ഇന്ന് ഉച്ചയ്ക്ക് 3:30 കെ വി തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കെ വി തോമസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് വയനാട്ടിന് കേന്ദ്ര സഹായം ഉണ്ടാവും, ഒരു പ്രത്യേക പാക്കേജ് തന്നെ ഉണ്ടാവും. അല്ലാതെ ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും എടുത്ത് ചിലവഴിച്ച് അതിനുശേഷം ആ ഫണ്ട് റീഫില്ല് ചെയ്യുന്നൊരു നടപടി ആയിരിക്കില്ല. മറിച്ച് കൃത്യമായിട്ടൊരു പാക്കേജ്, ഒരു കേന്ദ്ര സഹായം എന്നുള്ള നിലയ്ക്ക് തന്നെ ഉണ്ടാകും. അത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല. പക്ഷെ അത് സമയബന്ധിതമായി തന്നെ ആ പാക്കേജ് അനുവദിക്കുമെന്നുള്ള കാര്യമാണ് ഈ കെ വി തോമസിനോട് നിർമ്മല സീതാരാമൻ അറിയിച്ചിരിക്കുന്നത്. ഈ കേന്ദ്ര സംഘം വയനാട്ടിൽ എത്തി ഒരു അസസ്മെന്റ് നടത്തിയിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ ധനമന്ത്രിയുടെ കയ്യിലുണ്ട്, ധനമന്ത്രാലയത്തിന്റെ കയ്യിലുണ്ട്. അത് അദ്ദേഹം ഈ കെ വി തോമസിന്റെ മുന്നിൽ വെച്ച് തന്നെ ധനമന്ത്രി ആ റിപ്പോർട്ട് വിളിപ്പിച്ച് വരുത്തി പരിശോധിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ആശയക്കുഴപ്പം ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. കാരണം നവംബർ 13 നേരത്തെ ഈ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട്, ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് അത് കേന്ദ്രത്തിന് കൈമാറി എന്നുള്ള കാര്യങ്ങളടക്കം കേന്ദ്രം ഈ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയപ്പോൾ അറിയിച്ചിരുന്നു. സമാനമായിട്ട് എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സമയബന്ധിതമായി ഈ പാക്കേജ് അനുവദിച്ച് കിട്ടും. അത് 1500 കോടിയാണോ അതല്ലെങ്കിൽ എത്ര പണമാണ് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വ്യക്തത വരിക എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു കെ വി തോമസും നിർമ്മല സീതാരാമനുമായിട്ട് ഇന്ന് നടത്തുന്നത്. അതിൽ കഴിഞ്ഞ ചർച്ചകളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പോസിറ്റീവായിരുന്നു. ആ പാക്കേജ് ഉണ്ട്, അത് ഉറപ്പാണ്. അത് എപ്പോൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ അധികം വൈകാതെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും. അത് അറിയിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉറപ്പ്.